ഗോപികയുടെ ടോക്ക് ബോറടിക്കുന്നുണ്ടോ കുറേ നേരം കേൾക്കുമ്പോൾ? എന്തായാലും ബിഗ് ബോസിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെറീനയും ഏഞ്ചലിക് മരിയയും റെനീഷയും തമ്മിലൊക്കെ. റെനീഷ അവിടെ മേക്കപ്പ് ഇടുകയാണ്, സെറീന അവിടെ ഇരിക്കുകയാണ്, ഏഞ്ചലിക് മരിയ അവിടെ ഇരിക്കുകയാണ്. അവിടെ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് വെച്ചാൽ നമ്മളെ ഗോപികയെ കുറിച്ചാണ്. നമ്മുടെ കോമണറായി വന്ന് അടിപൊളി മാസമായിട്ടും കാണിക്കുന്ന ഗോപികയെ കുറിച്ചാണ്. കഴിഞ്ഞ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേഷൻ കൊടുത്തത് ബിഗ് ബോസ് വീടിനകത്തത് നമ്മുടെ കോമണറായ ഗോപിക തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വീടിനുള്ളിൽ ഏറ്റവും വലിയ മത്സരാർത്ഥി അഖിൽമാരാറിനെക്കാട്ടിൽ ഞാൻ വിശ്വസിക്കുന്നത് ഗോപികയാണ്. പക്ഷേ സ്ട്രാറ്റജി ഉപയോഗിച്ച് കളിക്കുന്നത് നമ്മൾ റിനോഷാണ്. ഒരിക്കലും പറഞ്ഞില്ല, കാരണം റിനോഷിൻ്റെ ഫാനാണോ കഥ. എന്തായാലും ഗോപികയെ കുറിച്ചാണ് ഇപ്പോഴും റെനീഷ് സംസാരിക്കുന്നത്. ഗോപികയുടെ വാർത്ത നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്ന് റെനീഷ് നമ്മുടെ സെറീനയോടും ഏഞ്ചലിക് മാരിയോടും അഭിപ്രായം ചോദിക്കുന്നു. അവർ പറയുന്നത് ഗോപിക വളരെ ഇന്നസെൻ്റ് ആണ്, വളരെ പാവമാണ്. ആ ഒരു കുട്ടിക്ക് എങ്ങനെ സംസാരത്തിലോട്ട് എത്താൻ അറിയാത്തത് കൊണ്ടാണ് ആ കുട്ടിയുടെ സംസാരത്തിന് നീണ്ടു വലിഞ്ഞു പോകുന്നത്. അവൾക്ക് പെട്ടെന്ന് കാര്യം പറയാൻ ആ ഒരു സംഭവം അവൾക്ക് വരുന്നില്ല. പെട്ടെന്ന് കാര്യത്തിലോട്ട് എത്താൻ ആ ഒരു സാധനം അവൾക്കില്ല. അവൾ പല രീതിയിൽ വളർന്നു തിരിഞ്ഞിട്ടാണ് ആ കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് അവളുടെ സംസാരം ഭയങ്കര രീതിയിൽ ഇറിറ്റേറ്റിംഗ് ആയി വളരെ ബോറായി തോന്നുന്നത് എന്നാണ് സെറീനയുടെ അഭിപ്രായം.